ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഇത് നമ്മുടെ സ്നേഹക്കൂട്ട് പുതിയ പ്രൊമോല എന്റെ പൊന്നോ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ ഒരു കിടിലൻ രംഗങ്ങൾ തന്നെയാട്ടോ. നമ്മുടെ രാജലക്ഷ്മി നമ്മുടെ പല്ലവിയുടെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ പാറുവിനെ കാണാൻ നമ്മുടെ പല്ലവി വരുന്നുണ്ട്. അപ്പൊ പാറുവും പല്ലവിയും കൂടെ ഭയങ്കര കരച്ചിലൊക്കെ കരയുന്നുണ്ട്. ശേഷം നമ്മുടെ കണ്ടൊക്കെ കഴിഞ്ഞ് പല്ലവി തിരികെ പോകാൻ പോകുമ്പോൾ നമ്മുടെ രാജലക്ഷ്മി നമ്മുടെ പല്ലവിനെ കെട്ടിപ്പിടിച്ച് മാപ്പ് പറയുകയാണ് ഇത്രോ നാളും ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ. അപ്പൊ നമ്മുടെ പല്ലവിയും നമ്മുടെ രാജലക്ഷ്മിയോട് ക്ഷമിക്കുന്നുണ്ട്. പിന്നീടാണ് ആ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ ആരാണ്, ഇന്ദ്രൻ കുഞ്ഞിനെ നോക്കുകയാണ്. അപ്പൊ ഇന്ദ്രൻ ഇപ്പോ ഹെൽപ്പായിട്ട്, ഫുൾ ടൈം ഹെൽപ്പറായിട്ട് നമ്മുടെ അഖില് കൂടെയുണ്ട്. അഖിലിന് ഇത്രോ നാളും മുഖംമൂടിയൊന്നും പുറത്തു വന്നിട്ടില്ല കേട്ടോ. അപ്പൊ അഖിൽ ഇങ്ങനെ കൂടെ നിന്ന് നമ്മുടെ ഇന്ദ്രന്റെ ഒക്കെ കൂടെ ഇങ്ങനെ കളിച്ചും ചിരിച്ചൊക്കെ നിൽക്കുക, കുഞ്ഞിനെയൊക്കെ കളിപ്പിച്ച്. പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഋതുവിന് ഇന്ദ്രജിത്തിന്റെ മാറ്റം മനസ്സിലായി. ഋതുവും ആ കുഞ്ഞിനെ സ്നേഹിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ നമ്മുടെ കുഞ്ഞ് കളിച്ചും ചിരിച്ചും വളരുന്ന ഒരു കിടിലൻ രംഗങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ. പിന്നീട് നമുക്ക് കാണുവാൻ സാധിച്ചത്, ഏറ്റവും ഒടുവിലുണ്ടല്ലോ നമ്മുടെ അഖിൽ നമ്മുടെ പ്രതാപന്റെ മുറിയിൽ കയറി അതും ഇതും ഫയലൊക്കെ തപ്പുന്നതും, ഓരോ മുറിയിൽ കയറി ഓരോ അലമാരികൾ ഇങ്ങനെ തപ്പുന്നതും അച്ചുവിന്റെ കണ്ണിൽ പെടുന്നുണ്ട്. ശേഷം നമ്മുടെ സേതുവും പല്ലവിയും അറിയുന്നുണ്ട് നമ്മുടെ അഖിലിന് എന്തോ പന്തികേടുണ്ടെന്ന്. കാരണം ഇവരിങ്ങനെ അവിടെ മുറിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ അഖിൽ ഇങ്ങനെ പാത്തും പതുങ്ങിയും പോയിട്ട് പുറത്തുള്ള കാറിൽ നിന്നൊക്കെ ഏതോ ബുക്കും പേപ്പറൊക്കെ അന്വേഷിച്ച് എന്തൊക്കെയോ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ സേതുവും പല്ലവിയും കണ്ട് അവർ ഭയങ്കര സംശയത്തിൽ നിൽക്കുന്ന ഒരു രംഗങ്ങളാണ് ഏറ്റവും അവസാനം കാണുവാൻ സാധിച്ചത്. കാത്തിരിക്കാട്ടോ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.